ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് വന്നിട്ട് അക്വേറിയസ് രാശിയിലുള്ളവർ, കുംഭരാശിയിലുള്ളവരുടെ ജൂൺ മാസത്തിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ സൺ, മൂൺ, റൈസിങ് നോർത്ത് നോഡ് വന്നിട്ട് കുംഭരാശിയിലാണ് വരുന്നതെങ്കിൽ കുറച്ചും കൂടെ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നതാണ്. ഇൻ കേസ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു സൈൻ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എത്തേണ്ട ഇൻഫർമേഷൻ, ഗൈഡൻസ് കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്തോട്ട് എത്തുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾ പേടിക്കാതിരിക്കുക, വിഷമിക്കാതിരിക്കുക, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിലോട്ട് കിടക്കാം. അക്വേറിയസ് കുംഭ രാശിക്കാർക്കുള്ള എനർജി ജൂണിലോട്ടുള്ള. താങ്ക് യു. ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഈ ഒരു മന്തിൻ്റെ ഫസ്റ്റ് വീക്ക് വന്നിട്ട് കാര്യങ്ങളെ നിങ്ങൾ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്, മനസ്സിലാക്കുന്നത്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാത്തിൻ്റെയും പിന്നിലുള്ള ആ ഒരു ഹിഡൻ ആയിട്ടുള്ള റീസൺ, അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള, ആത്മീയമായിട്ടുള്ള ആ ഒരു എനർജി മനസ്സിലാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടിരിക്കാനായിട്ട്, കുറച്ചും കൂടെ നിങ്ങളുടെ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാനായിട്ട് ഈ ഒരു മന്തിൻ്റെ ഫസ്റ്റ് വീക്ക് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് ഒത്തിരി ക്ലാരിറ്റി, വ്യക്തതയുടെയും ഒരു ആവശ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ടിരിക്കുക. ഇമോഷണൽ ആയിട്ടുള്ള എനർജി, മെൻ്റൽ ആയിട്ടുള്ള എനർജി, അതെല്ലാം കുറച്ചൊന്ന് ബാലൻസ്ഡ് ആയിട്ട് നിർത്താനായിട്ടും ശ്രമിക്കുക. അതും കുറച്ച് പേരെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. 9 ഓഫ് കപ്സ് വന്നിട്ട് വിഷ് ഫുൾഫിൽമെൻറ്റിൻ്റെ എനർജിയാണ്. ഈ ഒരു മന്തിൻ്റെ സെക്കൻഡ് വീക്ക് വന്നിട്ട് തൻ്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്, വിഷ് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം എനർജി ഞാൻ കൊടുക്കണം, ഏത് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കണം, അവിടെയെല്ലാം നിങ്ങൾ എനർജി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. അപ്പോൾ ഒത്തിരി ഇന്നർ സ്ട്രെങ്ത് ആവശ്യമുള്ള ഒരു ടൈം പീരീഡ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ പൊട്ടൻഷ്യൽ എങ്ങനെ ചാനൽ ചെയ്യണം, എങ്ങനെ യൂസ് ചെയ്യണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് വീക്ക് വന്നിട്ട്. തേർഡ് വീക്കിൽ വന്നിട്ട് പേജ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഈ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ ഓപ്പർച്യൂണിറ്റി, പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് നിങ്ങളുടെ ഗ്രോത്തിൽ ഫോക്കസ് ചെയ്യേണ്ട ടൈം പീരീഡാണ്, വളർച്ചയിൽ ഫോക്കസ് ചെയ്യേണ്ട സമയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം ഞാൻ ശ്രദ്ധിക്കണം, എൻ്റെ ഫൗണ്ടേഷൻ എങ്ങനെ സ്ട്രോങ് ആക്കണം, അതിനെല്ലാം നിങ്ങളുടെ എനർജി കൊടുക്കാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ സ്പിരിച്വലായിട്ട് കണക്ട് ചെയ്യുന്നതും നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതാണ്. ഒത്തിരി ഇൻറ്റ്യൂഷൻ നിങ്ങളെ ഈ ഒരു സമയത്ത് ഗൈഡ് ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ടവറിൻ്റെ എനർജി. ജൂണിൻ്റെ ബാക്കിയുള്ള ദിവസങ്ങൾ വന്നിട്ട് ഇവിടെ ടവറിൻ്റെ എനർജിയാണ് വന്നേക്കുന്നത്. ഈ ഒരു സമയത്ത് കുറച്ചും കൂടെ പ്രിപ്പറേഷൻ നടത്തേണ്ട ആവശ്യമാണ്. അതായത് പല സിറ്റുവേഷൻസും വരുന്നുണ്ടാകും, പക്ഷേ താൻ പ്രിപ്പയർഡ് ആണ്, തൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ ബാലൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തണം, എന്തെല്ലാം കോഷ്യസ് ആയിട്ടുള്ള ശ്രദ്ധയോടുകൂടി ഇരിക്കണം, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് എന്തെങ്കിലുമൊക്കെ ന്യൂ എനർജീസ് വരുന്ന ടൈം പീരീഡ് ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ, നിങ്ങളെ റീബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ടൈം പീരീഡിലും കുറച്ചൊരു പ്രിക്കോഷൻ ആവശ്യമായിട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതാണ് ഓവറോൾ എനർജി വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ ഈ ഒരു മന്തിൽ കുറച്ചും കൂടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നോക്കാം. താങ്ക് യു. Be bold and make the first move. Bring love into the situation. അതുപോലെ തന്നെ a time to give rather than take. ഈ ഒരു സമയത്ത് തനിക്ക് എന്ത് ലഭിക്കുന്നു അതിനേക്കാൾ ഉപരിയായിട്ട് തൻ്റെ കർമ്മം എങ്ങനെ എനിക്ക് കറക്റ്റായിട്ട് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും, അതിലോട്ട് നിങ്ങളുടെ ഫോക്കസ്, അറ്റൻഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ചിലപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. ചിലപ്പോൾ ഒരു ഗ്രൂപ്പിൽ, ഇപ്പോൾ പഠന വിഷയത്തിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ കരിയറായിട്ടായിരിക്കാം, നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരുടെ അത്രയും സ്പീഡിൽ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടാകില്ല. അപ്പോൾ ആ ഒരു സമയത്തെല്ലാം
കുറച്ചൊരു സ്നേഹം, കമ്പാഷൻ്റെ എനർജി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലും നിങ്ങൾക്ക് ചുറ്റും അത് സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലുമൊക്കെ എൻവി, കോമ്പറ്റീഷൻ, അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് ഇത് ട്രാവലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു എനർജി ആയിരിക്കാം. എന്തെങ്കിലുമൊക്കെ പെട്ടെന്ന് സഡൻ ആയിട്ടുള്ള എന്തെങ്കിലും ട്രിപ്സ്, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ പെട്ടെന്ന് നിന്ന് പോകുക, എന്തെങ്കിലുമൊക്കെ ബ്ലോക്കേജ് വരുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തും കുറച്ചൊന്ന് ബാലൻസ് കീപ്പ് ചെയ്യുക. ചിലപ്പോൾ ആ ഒരു ആങ്കർ ഇഷ്യൂവിൽ വരുന്ന സമയത്ത്, പെട്ടെന്നുള്ള ദേഷ്യത്തിൻ്റെ എനർജിയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളറിയാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നതാണ്, നമ്മൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് എനർജിയിലോട്ട് പോകുന്നതാണ്. അത് നമ്മളുടെ ഉള്ളിലും നമുക്ക് ചുറ്റുമുള്ള റിലേഷൻഷിപ്സ് ബ്രേക്ക് ആകാനായിട്ടും ചാൻസസ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അവിടെയും കുറച്ചൊന്ന് ശ്രദ്ധിക്കുക, സെൽഫ് കൺട്രോൾ കൊണ്ടുവരിക. കുറച്ച് പേർക്ക് ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ട്രാവൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി ചെയ്യാനായിട്ടും ശ്രമിക്കുക ഈ ഒരു മന്ത് വന്നിട്ട്. ചിലപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ട എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുന്നുണ്ടാകാം. അപ്പോൾ ഓവറോൾ ഈ ഒരു മന്ത് കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ട്, ബോൾഡായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നഷ്ടങ്ങൾ അല്ലെങ്കിൽ പാസ്റ്റിലെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കുക ഈ ഒരു മന്ത് വന്നിട്ട്. നെക്സ്റ്റ് നിങ്ങളുടെ മണി, ഫിനാൻസ്, കരിയറൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എനർജി നോക്കാം. താങ്ക് യു. ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി വരുന്നുണ്ട്. ഇവിടെ കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അത് കുറച്ച് പേർക്ക് ഒത്തിരി ബെനിഫിറ്റ് കൊണ്ടുതരുന്ന ഒരു സമയമായിരിക്കാം. ഗ്രൂപ്പായിട്ട് ചേർന്ന് എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സക്സസ്, വിക്ടറി കൊണ്ടുവരാനായിട്ട് കുറച്ച് പേർക്ക് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഇവിടെ കമ്മ്യൂണിക്കേഷനും കാണുന്നുണ്ട്. കരിയറായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി, ന്യൂസ് നിങ്ങളുടെ അടുത്തോട്ട് വരുന്നുണ്ടാകാം. ഓഫറിൻ്റെ രൂപത്തിലായിരിക്കാം. അതോടൊപ്പം തന്നെ കുറച്ചുകൂടെ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജിയിലിരിക്കുക. അതും നിങ്ങളുടെ കരിയറിൽ കുറച്ചും കൂടെ അഭിവൃദ്ധി കൊണ്ടുവരാനായിട്ട് നിങ്ങളെ സഹായിക്കുന്നതാണ്. അതായത് ഓൾറെഡി നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ച കാര്യങ്ങളെക്കുറിച്ചിട്ട് കുറച്ചും കൂടെ പോസിറ്റീവ് മൈൻഡ് സെറ്റിലിരിക്കാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതാണ് ഈ ഒരു മന്ത് വന്നിട്ട്. സ്ട്രെങ്ത്തിൻ്റെ എനർജി കാണുന്നുണ്ട്. ഫിനാൻഷ്യലി ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ഇവിടെ 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഫാമിലി, ഹോം, കുട്ടികൾ, നെയ്ബർഹുഡ് ഈ ഒരു മന്ത് കുറേ കൂടെ ഫോക്കസിൽ വരുന്നുണ്ടാകാം. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു സ്റ്റെബിലിറ്റി, ബാലൻസ് നിലനിർത്താനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഹെൽത്തി റിലേഷൻഷിപ്സ് ആയിരിക്കാം. ആരോഗ്യപരമായിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗ്രൂപ്പായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, ഫാമിലി ഗ്രൂപ്പായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് സാധിക്കുന്നുണ്ടാകാം. കുറച്ച് പേർക്ക് ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ള, ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഇതുവരെ നിങ്ങൾ മാറ്റി വെച്ചിരുന്ന എന്തെങ്കിലുമൊക്കെ ഒരു എനർജി ആയിരിക്കാം. ചിലപ്പോൾ പറയാനായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഓപ്പണായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയമായിരിക്കാം, ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ അതെല്ലാം കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് അഭിവൃദ്ധി, പോസിറ്റിവിറ്റി കൊണ്ടുതരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. 7 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി കുറച്ച് പേർക്ക് ലവ്, റിലേഷൻഷിപ്പായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഗുഡ് കർമ്മയുടെ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പാസ്റ്റിൽ കൊടുത്ത എഫേർട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഹീലിങ്ങിന് വേണ്ടിയിട്ട് ടൈം കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജി കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ഓഫേഴ്സ് വരുന്നതായിരിക്കാം. സ്നേഹം, കമ്പാഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഇത് ലവ് മാത്രമാകണം എന്നില്ല, ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സിൻ്റെ ഇടയിലായിരിക്കാം. എന്തെങ്കിലുമൊക്കെ ഇൻവിറ്റേഷൻ, ഒരു ന്യൂ എനർജി അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങളുടെ ലൈഫിലോട്ട് കടന്നു വരുന്നതായിട്ടും ഈ ഒരു മന്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കാനായിട്ടും പറ്റുന്ന ഒരു ടൈം പീരീഡ് ആയിരിക്കാം. ചാരിറ്റി, ഹെൽപ്പ്, അതെല്ലാം കുറച്ച് പേര് കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഹ്യൂമാനിറ്റേറിയൻ എനർജി, എല്ലാവരെയും പരിഗണിക്കുന്ന ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു മന്ത് വന്നിട്ട്. നെക്സ്റ്റ് നോക്കാം. താങ്ക് യു. താങ്ക് യു. ഇവിടെ കാമദേവയുടെ എനർജിയാണ്, ഗോഡ് ഓഫ് ലവ്. ഈ ഒരു മന്ത് കുറേ കൂടെ സ്നേഹം, കമ്പാഷൻ്റെ എനർജി ആയിട്ട് കണക്ട് ചെയ്യാനായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ ഉള്ളിലും ആ ഒരു സെൽഫ് ലവ്, കമ്പാഷൻ കൊണ്ടുവരിക. ആ ഒരു സ്നേഹം നിങ്ങൾക്ക് ചുറ്റും സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ ഈ ഒരു മന്ത് സഹായിക്കുന്നതാണ്. കുറച്ച് പേർക്ക് റിലേഷൻഷിപ്സിന് കുറച്ചും കൂടെ പ്രയോറിറ്റി, മുൻഗണന കൊടുക്കാനായിട്ടും പറയുന്നുണ്ട്.
ഇവിടെ ഫ്രീഡം ഫ്രം ഡിസയർ, സക്സസ് ഇൻ ലവ് ഓർ റൊമാൻസ്, എൻഹാൻസ്ഡ് പെർഫോമൻസ്, എബിലിറ്റി ടു അമ്യൂസ് ആൻഡ് മേക്ക് പീപ്പിൾ ലവ്. അപ്പോൾ നിങ്ങളോട് പറയുന്നത് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ടുള്ള എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ എനർജി എന്ത് പ്രഭാവമാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിൽ കൊണ്ടുവരുന്നത്, അത് കുറച്ചും കൂടെ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ ആ ഒരു എനർജി എങ്ങനെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് മറ്റുള്ളവരിൽ, അത് ശ്രദ്ധിക്കാനായിട്ടാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ലവ്, റൊമാൻസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചും കൂടെ സക്സസ് കൊണ്ടുവരാനായിട്ട് എന്തെല്ലാം എനർജി ആവശ്യമാണോ അതിലോട്ട് നിങ്ങളുടെ ഫോക്കസ് കൊടുക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലും അൺനെസസറി ആയിട്ടുള്ള ഒരു ഡിസയറിൻ്റെ എനർജി, മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഓവറായിട്ടുള്ള എന്തെങ്കിലും അംബീഷൻ്റെ എനർജി ആയിരിക്കാം, അതും നിങ്ങളെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് സിറ്റുവേഷനിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ശ്രദ്ധിക്കുക. ഈ ഒരു മന്ത് വന്നിട്ട് ഇവിടെ ലോട്ടസിൻ്റെ എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ അറിവ് നേടാനായിട്ട് ശ്രമിക്കുക, നോളേജ് നേടാനായിട്ട് ശ്രമിക്കുക, അതും കുറച്ച് പേരെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ഫുൾ മൂൺ എനർജി നോക്കുക. താങ്ക് യു. തിങ്ക് ഇറ്റ് ത്രൂ, ന്യൂ മൂൺ ഇൻ ജെമിനി. ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻസ് കുറച്ചും കൂടെ സ്മൂത്താക്കി നിർത്താനായിട്ട്, അല്ലെങ്കിൽ ക്ലാരിറ്റിയോടുകൂടി വ്യക്തതയോടുകൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ചിലപ്പോൾ ചില സിറ്റുവേഷനിൽ നമ്മൾ എന്താണ് പറയുന്നത്, എന്താണ് തിങ്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് ആക്ഷൻസ് ആണ് എടുക്കാൻ പോകുന്നത്, അതിന് മുന്നേ കുറച്ചൊരു പോസ് എടുക്കുന്നത്, കുറച്ചൊന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നതും നിങ്ങളെ ഈ ഒരു സമയത്ത് സഹായിക്കുന്നതാണ്. ബ്രീത്ത് ത്രൂ ദ ടെൻഷൻ. കുറച്ച് പേർക്ക് ഇവിടെ സ്കോർപ്പിയോ വന്നിട്ട് ചിലവർ ലൈഫിലോട്ട് വരുന്ന ചേഞ്ചസ്, മാറ്റങ്ങൾ ഇവിടെ എതിർക്കുന്നുണ്ടാകാം. അതിനെ വെൽക്കം ചെയ്യാനായിട്ടുള്ള ആ ഒരു തുറന്ന മനസ്ഥിതി കുറച്ച് പേർക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ഒരു എനർജി നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ടെൻഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാകാം. നമ്മുടെ ലൈഫിൽ ഒത്തിരി നമ്മൾ റെസിസ്റ്റൻസ് ചെയ്യുമ്പോൾ, ഒത്തിരി എതിർക്കുമ്പോൾ ഒത്തിരി എന്താ പറയുക, ആ ഒരു ഫ്ലോ ബ്രേക്ക് ആകുന്നതാണ്, ഒത്തിരി ടെൻഷൻസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ അത് കുറച്ച് പേരോട് ലെറ്റ് ഗോ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഫിയർ, ആങ്സൈറ്റിയുടെ എനർജി ആയിരിക്കാം. എന്തെങ്കിലും നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ചിട്ടുള്ള ഒരു ടെൻഷൻ ആയിരിക്കാം, പാസ്റ്റിനെ കുറിച്ചിട്ടായിരിക്കാം. അപ്പോൾ കുറച്ചും കൂടെ പ്രസൻറ്റ് സിറ്റുവേഷനായിട്ട് കണക്ട് ചെയ്യുക. കുറച്ചും കൂടെ പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസ്, അതെല്ലാം ഈ ഒരു മന്ത് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇവിടെ ബാക്കിൽ വന്നിട്ട് ട്രസ്റ്റ് ദ യൂണിവേഴ്സിൻ്റെ എനർജി, അക്വേറിയസിൻ്റെ എനർജി, കുംഭരാശിയുടെ എനർജി തന്നെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിയുമ്പോൾ യൂണിവേഴ്സായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ വളരെ സ്ട്രോങ് ആകുന്നതാണ്. കാര്യങ്ങളെ കുറച്ചുകൂടെ ക്ലാരിറ്റിയോടുകൂടി, വ്യക്തതയോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട്, പീസ്ഫുൾ ആയിട്ടിരിക്കാനായിട്ട് നിങ്ങൾക്ക് എനർജീസ് വരുന്നതാണ്, അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് വരുന്നതാണ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ എനർജീസ് വന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഓവറോൾ നിങ്ങളോട് പറയുന്നത്, ഈ ഒരു ഫുൾ മൂൺ ടൈമിൽ വന്നിട്ട് പോസിറ്റീവ് എക്സ്പെക്റ്റേഷൻസ് നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുക. പേടി, ഫിയേഴ്സ് എല്ലാം ലെറ്റ് ഗോ ചെയ്യുക. അത് നിങ്ങളെ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് നിങ്ങളുടെ ന്യൂ മൂൺ എനർജി നോക്കാം. താങ്ക് യു. സ്വീറ്റ് ട്രീറ്റ്, നമ്പർ 50, ചാൻറ്റിങ്, അതുപോലെ തന്നെ സ്പെൻഡ് ടൈം വിത്ത് ഫ്രണ്ട്സിൻ്റെ എനർജി. ഇവിടെ നിങ്ങൾക്ക് ആദ്യം ഇവിടെ 3 ഓഫ് വോൺസ്, ഓക്കെ, 3 ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. കുറച്ച് പേർക്ക് ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ വന്നിട്ട് കുറച്ചും കൂടെ റിലേഷൻഷിപ്സിൽ വർക്ക് ചെയ്യാനായിട്ടാണ് മെയിനായിട്ട് പറയുന്നത്. അവിടെ കുറച്ചും കൂടെ ഒരു പീസ്, ശാന്തത, ഒരു ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ എനർജി കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് കുറച്ചും കൂടെ നിങ്ങളുടെ മൈൻഡിൽ പീസ് നിലനിർത്താനായിട്ട് സഹായിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ന്യൂ മൂൺ ടൈമിൽ ഒത്തിരി പുതിയ എനർജീസ്, ഒത്തിരി സ്വീറ്റ് ആയിട്ടുള്ള എനർജീസ് നിങ്ങൾ വെൽക്കം ചെയ്യുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സ്വീറ്റ് മെമ്മറീസ് ആയിരിക്കാം, പാസ്റ്റിൽ നടന്ന എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് നിങ്ങൾക്ക് ഒത്തിരി ഹാപ്പിനെസ് നൽകുന്ന, അല്ലെങ്കിൽ പാസ്റ്റിലെ എഫേർട്ടിന് എന്തെങ്കിലുമൊക്കെ ഹാപ്പി റിസൾട്ട് നൽകുന്ന ഒരു സമയമായിരിക്കാം. അപ്പോൾ ഈ ഒരു ന്യൂ മൂൺ ഒത്തിരി സ്വീറ്റ്നെസ്, ഒത്തിരി പോസിറ്റിവിറ്റി, ഒത്തിരി ഹാപ്പിനെസ് നിങ്ങളുടെ ലൈഫിലോട്ട് കൊണ്ടുവരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻഷൻ സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് മെഡിറ്റേറ്റ് ചെയ്യുന്നത്, മന്ത്ര ചാൻറ്റിങ് നടത്തുന്നത്,
ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുന്നത്, പ്രാണായാമം ഒക്കെ ചെയ്യുന്നത് നിങ്ങളെ ഒത്തിരി സഹായിക്കുന്നതാണ്. അപ്പോൾ പോസിറ്റീവായിട്ടുള്ള ഇൻറ്റൻഷൻസ്, നിങ്ങൾക്ക് ലൈഫിൽ എന്താണോ വേണ്ടത്, ശാന്തി സമാധാനമാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോൾ അച്ചീവ് ചെയ്യണം, എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ, ഒരു സങ്കല്പം മനസ്സിൽ കൊണ്ടുവരാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ അതിന് ഈ ഒരു പ്രൊസീജിയേഴ്സും കുറച്ച് പേരെ ഈ ഒരു മന്ത് സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് ഈ ഒരു മന്തിലോട്ടുള്ള നിങ്ങളുടെ ബ്ലെസ്സിങ്സ് നോക്കാം. മെയിൻ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? പായലല്ല, കുംഭരാശിക്കാർക്കുള്ള ഈ ഒരു ജൂണിലോട്ടുള്ള മെയിൻ ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്? ഇവിടെ ന്യൂ ജോബ്, കരിയറിൻ്റെ എനർജി വരുന്നുണ്ട്. കുറച്ച് പേർക്ക് പുതിയൊരു ഓപ്പർച്യൂണിറ്റി, അവസരം ലഭിക്കുന്നതാണ് നിങ്ങളുടെ കരിയർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട്. ഇവിടെ ഫാൻ്റെ എനർജി, റൊമാൻസ്, സെലിബ്രേഷൻ, പാർട്ടിയുടെ എനർജി കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ലവ്, റൊമാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പോസിറ്റീവ് എനർജി ആയിരിക്കാം. ഒത്തിരി സെലിബ്രേഷൻ, പാർട്ടി, ഫൺ എനർജി ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. ക്രൗൺ, ഹോണർ ആൻഡ് റെസ്പെക്റ്റ് വിൽ കം ടു യു. കുറച്ച് പേർക്ക് റെസ്പെക്റ്റ് ലഭിക്കുന്നതായിട്ട്, നിങ്ങൾ ചെയ്ത വർക്കിനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ എനർജിക്കായിരിക്കാം. ഒത്തിരി പേര് നിങ്ങളെ നോട്ടീസ് ചെയ്യുന്നതായിട്ടും ഈ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് വെക്കേഷൻ്റെ എനർജിയും കാണുന്നുണ്ട്. കൂടുതലായിട്ട് നോക്കാം. താങ്ക് യു. കുംഭരാശി, 4 of Cups. എഗെയിൻ ഇത് റിലേഷൻഷിപ്സ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു എനർജിയിൽ ഒരു ഹീലിംഗ്, അല്ലെങ്കിൽ ഗ്രോത്ത്, അഭിവൃദ്ധി, പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി കടന്നു വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് പേർക്ക് എന്തെങ്കിലും ബോർഡം, അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൽ എന്തെങ്കിലുമൊക്കെ മിസ്അണ്ടർസ്റ്റാൻഡിങ്, എന്താ പറയുക, ഒരു എനർജി കുറവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ പാഷൻ, ന്യൂ എനർജി കടന്നു വരുന്നുണ്ടാകാം. ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ എനർജി കൂടെ കുറച്ച് പേര് പോകുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ 9 of Cupsൻ്റെ എനർജി ബ്യൂട്ടിഫുൾ എനർജിയാണ്. കുറച്ച് പേർക്ക് വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനായിട്ട് കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് ബ്ലെസ്സിങ് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ 13th ബാക്കിൽ വന്നിട്ട് ഇവിടെ നമ്പർ 13 ഡെത്ത് ആൻഡ് റീബേർത്തിൻ്റെ എനർജിയാണ്. ഒത്തിരി മാറ്റങ്ങൾ, ട്രാൻസ്ഫോർമേഷൻ ഈ ഒരു മന്ത് ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. ഇവിടെ വേൾഡും വന്നിട്ടുണ്ട്. ഒത്തിരി അച്ചീവ്മെൻറ്റിൻ്റെ എനർജിയും കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇത് അഗെയിൻ മാനിഫെസ്റ്റേഷനായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്, യൂണിവേഴ്സായിട്ട് കുറച്ചും കൂടെ കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു ബ്ലെസ്സിങ് ആണ്. കുറച്ച് പേർക്ക് എന്തെങ്കിലുമൊക്കെ പാറ്റേൺസിൽ ഹീലിംഗ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കുറച്ച് പേർക്ക് പോസിബിൾ ആകുന്നതാണ് ഈ ഒരു മന്ത് വന്നിട്ട്. കുറച്ച് പേർക്ക് പാസ്റ്റ് ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും എനർജീസ് ഈ ഒരു ടൈമിൽ വരുന്നുണ്ടാകാം. എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ചിട്ട് പഠിക്കുന്നതായിരിക്കാം, ലേൺ ചെയ്യുന്നതായിരിക്കാം, എന്തെങ്കിലുമൊക്കെ മെസ്സേജസ് അതിനെക്കുറിച്ചിട്ട് വരുന്നതായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ബ്ലെസ്സിങ്ങും വരുന്നുണ്ട് കുറച്ച് പേർക്ക് ഈ ഒരു മന്ത് വന്നിട്ട്. അതുപോലെ തന്നെ ഈ ഒരു മന്തിൻ്റെ 13th വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ആ ഒരു സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു മേജർ ഷിഫ്റ്റ്, ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇത്രയാണ് കുംഭം രാശിയിലുള്ളവർക്കുള്ള ഈ ഒരു മന്തിലോട്ടുള്ള മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.